അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ആമാശയം നിറയുമ്പോൾ ചിന്തകൾ മന്ദീഭവിക്കുകയും തൻ്റെ ഇടം കുറയുകയും ഇബാദത്തുകളിൽ അലസത അനുഭവപ്പെടുകയും ചെയ്യും. സത്യവിശ്വാസികൾ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുന്ന പുണ്യമാസമാണ് ഈ വിശുദ്ധ റമളാൻ. കൂടുതൽ ആരാധനാ കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കേണ്ടതുണ്ട്. ഒട്ടുമിക്ക സത്യവിശ്വാസികളും വളരെ നിഷ്കളങ്കമായി ആത്മാർത്ഥമായ നെയ്യത്തോടുകൂടി അള്ളാഹുവിലേക്ക് പുണ്യം വാരിക്കൂട്ടി അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള വ്യഗ്രതയിലാണ്. എന്നാൽ ചുരുക്കം ചിലരെങ്കിലും റമളാന്റെ രാത്രി നാളുകളിൽ ആമാശയത്തെ പീഡിപ്പിക്കുന്നതായി കണ്ടുവരുന്നു. അരവയർ ഭക്ഷണം, കാൽവയർ വെള്ളം, കാൽവയർ ഒഴിച്ചിടണം എന്നുള്ള ഇസ്ലാമിക ഭക്ഷണ രീതിയെപ്പോലും അവർ മറന്നുപോകുന്നു. ഈ വിശുദ്ധ നാളുകളിൽ ആത്മാർത്ഥമായി നിഷ്കളങ്ക മനസ്സോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്യാനും രാപ്പകലുകൾ ആരാധനകളാൽ ധന്യമാക്കാനും ഓരോ സത്യവിശ്വാസികൾക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമളാൻ ടെലിക്വിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമളാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആരാണ്? അഫിയ, ഹഫ്ന, ഹസ്ന. ഹസ്ന, ഓക്കെ. ഹസ്ന എവിടുന്ന് വിളിക്കുന്നു? മാരാമറ്റന്ന് വിളിക്കുന്നു. ഹസ്ന, ഓക്കെ. ഹസ്ന എന്ത് ചെയ്യുന്നതാണ്? 10ാം ക്ലാസ്സിലാണ്. മാഷാ അല്ലാ. എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷകളൊക്കെ? കുഴപ്പമില്ല. എവിടെ പഠിക്കുന്നത്? മുക്കാല സ്കൂളാണ് പഠിക്കുന്നത് അല്ലേ? ഇന്ന് ഏതായിരുന്നു സബ്ജക്ട്? ബയോളജിയോ? ബയോളജി. എങ്ങനെ ഉണ്ടായിരുന്നു പേപ്പർ? കുഴപ്പമില്ല. ഏതാ കുഴപ്പമുള്ള പേപ്പർ? കുഴപ്പമൊന്നുമില്ല. ഒന്നും കുഴപ്പമില്ലാന്നാ? കെമിസ്ട്രി ടഫ് ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. ഇനി എത്ര എക്സാം ബാക്കിയുണ്ട്? തിങ്കളാഴ്ചയും കൂടെ ഉള്ളൂ അല്ലെ? ഏതാണ്? SS ആണല്ലേ? ഓക്കെ. എത്ര പ്രതീക്ഷിക്കുന്നുണ്ട് ഹസ്ന? എത്ര A+? അല്ല, പൊതുവെ എല്ലാവരും 10ാം ക്ലാസ് ആണെന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണല്ലോ. അതിപ്പോ ഒരു കോമൺ ചോദ്യമായിട്ട് മാറിക്കഴിഞ്ഞു. 10ാം ക്ലാസ്സുകൾ പഠിക്കാൻ എത്ര കിട്ടും, എത്ര A+ ഉണ്ട്, അല്ല എത്ര കിട്ടും, അല്ലെങ്കിൽ എത്ര പ്രതീക്ഷിക്കുന്നുണ്ടൊക്കെ സ്വാഭാവികമുള്ള ചോദ്യമാണ്. ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ? കേട്ടിട്ടുണ്ട്. അതിനൊക്കെ എന്താ മറുപടി കൊടുക്കാറ്? 10, 9, 8. ഇനി അതിന് ഓപ്ഷൻ വേണോ? ഓക്കെ. എന്തായാലും നന്നായിട്ട് എഴുതുക അല്ലേ? മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്ന പരമാവധി നമ്മൾ എഴുതുക, മാർക്ക് വാങ്ങാൻ ശ്രമിക്കുക. ബാക്കിയെല്ലാം പഠിച്ചവന്റെ കയ്യിലാണ് അല്ലേ? ഓക്കെ. നന്നായിട്ട് പ്രാർത്ഥിക്കുക അല്ലെ? പ്രാർത്ഥനയും പ്രവർത്തനവും രണ്ടും ഒരുമിച്ചുണ്ടാകുമ്പോഴാണല്ലോ വിജയം ഉണ്ടാവുക. ഓക്കെ. പ്രാർത്ഥന ഉണ്ടല്ലോ കാര്യമായിട്ട്? തീർച്ചയായിട്ടും അതാണ് വേണ്ടത് അല്ലേ? പ്രാർത്ഥന ഇല്ലാതെ നമുക്കൊന്നും നേടാൻ കഴിയില്ല. പ്രാർത്ഥിക്കണം, പ്രവർത്തനവും വേണം. രണ്ടും ഒരുമിച്ചുണ്ടാവുക വിജയം ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് എന്തായാലും നിറയെ A+ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഈ ഒരു അവസരത്തില്. ഓക്കെ. ഇൻഷാ അല്ലാഹ്. ഹസ്ന മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ആദ്യമായിട്ടാ വിളിക്കുന്നത്? ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതിന്റെ ചോദ്യ രീതി എന്ന് വെച്ചാല് 3 ചോദ്യങ്ങൾ ഉണ്ടാവുക. അതിൽ ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടാവും. 3 ചോദ്യത്തിനും കറക്റ്റ് ആൻസർ പറഞ്ഞാലാണ് സമ്മാനം ലഭിക്കുക. ഓക്കെ. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ. ഒന്നാമത്തെ ചോദ്യം, ഇസ്ലാമിക കലണ്ടർ പ്രകാരം എത്രാമത്തെ മാസമാണ് റമളാൻ?
സിമ്പിൾ, വളരെ സിമ്പിളാണ്. ഇസ്ലാമിക കലണ്ടർ പ്രകാരം എത്രാമത്തെ മാസമാണ് റമദാൻ? ഓപ്ഷൻസ് 7, 8, 9. 9 അല്ലെ? കറക്റ്റ് ആൻസർ ആണ് അല്ലെ? 9 ആണ്. 9ാമത്തെ മാസമാണ് റമദാൻ. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ് ഹസ്ന. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ഖുർആൻ റമദാനിലാണ് അവതരിച്ചത് എന്ന് പറയുന്ന സൂറത്ത് ഏത്? ഒരു സൂറത്തില് വിശുദ്ധ ഖുർആൻ റമദാനിലാണ് അവതരിച്ചത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, വിശുദ്ധ ഖുർആന് റമദാൻ മാസത്തിലാണ് അവതരിച്ചത് എന്ന് ഒരു സൂറത്തിൽ പറയുന്നുണ്ട്. ആ സൂറത്ത് ഏതാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് സൂറത്തു ആലിമ്രാൻ, സൂറത്തുൽ ഖദർ, സൂറത്തുൽ ബഖറ. സൂറത്തുൽ ഖദർ ഉറപ്പിച്ചോ? സൂറത്തുൽ ഖദർ ആണോ? ഉറപ്പിച്ചു അല്ലേ? ഓക്കെ, സൂറത്തുൽ ഖദർ തെറ്റായ ആൻസർ ആയിരുന്നു. സൂറത്തുൽ ബഖറയാണ് ഹസ്ന കറക്റ്റായ ആൻസർ. സൂറത്തുൽ ഖദറില് ലൈലത്തുൽ ഖദറിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ലൈലത്തുൽ ഖദർ, റമദാനിൽ ലൈലത്തുൽ ഖദർ ഉണ്ട് എന്നാണ് സൂറത്തുൽ ഖദറിൽ പറയുന്നത്. പക്ഷെ അതില് ഖുർആൻ ഇറങ്ങിയത് റമദാനിലാണ് എന്ന് പറയുന്നില്ല. അത് പറയുന്നത് സൂറത്തുൽ ബഖറയിലാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ഹസ്ന, കുഴപ്പമില്ല, വീണ്ടും വിളിക്കണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളി ക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? സെലീന. അതെ. ഓക്കെ, സെലീന എവിടുന്ന് വിളിക്കുന്നു? പൊന്നാനി എവിടെയാണ്? തെക്കേപ്പുറം. ഓക്കെ, സെലീന എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ് ആണല്ലേ? ഓക്കെ, മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? ആദ്യമായിട്ട് വിളിക്കുന്നല്ലേ? കിട്ടുകയും ചെയ്തു. ഇന്നാണോ ആദ്യമായിട്ട് വിളിക്കുന്നത് അതോ മുന്നേ ട്രൈ ചെയ്തിരുന്നോ? ട്രൈ ചെയ്യാറുണ്ട്, കിട്ടിയിട്ടില്ല. ഇന്നപ്പോ കിട്ടാറില്ല അല്ലെ? ഓക്കെ, ഇന്ന് എന്തായാലും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് സമ്മാനം കൊണ്ടുപോകാൻ വേണം. അങ്ങനെ ഉണ്ടല്ലോ, ആദ്യമായിട്ട് കിട്ടിയ ആദ്യത്തെ സമ്മാനം കൊണ്ടുപോവാ കേട്ടോ. ഓക്കെ, എന്താണ് റമദാന്റെ വിശേഷങ്ങളൊക്കെ? അങ്ങനെ പോകുന്നുണ്ട്, കുഴപ്പമില്ലാതെ. നോമ്പ് തുറക്കെ ഒരുക്കങ്ങളൊക്കെ റെഡി ആയോ? പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്നും കൂടെ അടിച്ചു നോക്കിയതല്ലേ? ഓക്കെ, എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ? എന്താ നോമ്പ് തുറക്ക്? സ്പെഷ്യല് പത്തിരിയും ചിക്കൻ കറി. അതൊക്കെ സാധാരണ ഉണ്ടാവുന്നതല്ലേ? അതന്നെ ഒരു സ്പെഷ്യൽ അല്ലേ? അതല്ലാണ്ട് വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ലല്ലോ. അതെ അതെ അതെ, തീർച്ചയായിട്ടും. എന്ത് ചെയ്യുന്നു മക്കളൊക്കെ? എന്ത് ചെയ്യണു? അവര് പഠിക്കണം. ഏത് ക്ലാസ്സിലാ? അവര് ടിൻസാണ്, 2ാം ക്ലാസ്സിലാണ്. എവിടെയാണ്? തെയ്യങ്ങാട് ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, മാഷാ അല്ലാഹ്. എന്തായാലും ആദ്യമായിട്ട് വിളിക്കുന്നത് കൊണ്ട് ചോദ്യത്തിന്റെ രീതി പറയാം. 3 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം. അതിൽ ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടാകും, മൂന്നാമത്തിന് ഓപ്ഷൻസ് ഉണ്ടാവില്ല. 3 ചോദ്യത്തിനും കറക്റ്റ് ആൻസർ പറഞ്ഞാലാണ് സമ്മാനം ലഭിക്കുക. ആയിക്കോട്ടെ, എളുപ്പമുള്ള ചോദിക്കാലോ. പ്രോഗ്രാം കാണാറുണ്ടോ? കാണാറുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, എന്തായാലും അതിൽ നിന്ന് കാണുമ്പോ തന്നെ ഒരുപാട് അറിവുകൾ കിട്ടും. എന്തായാലും ചോദ്യത്തിലേക്ക് പോവാം. എളുപ്പമുള്ളത് വേണം അല്ലേ? ആയിക്കോട്ടെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യൽ സുന്നത്തായ സൂറത്ത് ഏത്? സൂറത്തുൽ കഹ്ഫ് അല്ലേ? ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, അതുകൊണ്ട് ഓപ്ഷൻ ഇല്ലാതെ തന്നെ പറഞ്ഞു. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ഖബറിന്റെ മേലെ വെള്ളം കുടയുന്ന ഒരു ശീലമുണ്ട് അല്ലെ? അത് ആദ്യമായി ആരുടെ ഖബറിന്റെ മുകളിലാണ് വെള്ളം കുടഞ്ഞത്?
ആരുടെ ഖബറിന്റെ മേലായിരുന്നു ആദ്യമായി വെള്ളം കുടഞ്ഞത്? ഓപ്ഷൻസ്: നബിയുടെ മക്കളായ ഇബ്രാഹിമിന്റെ ഖബറിന്റെ മുകളില് ഖാസിം, സൈനബ്. ഇവർ മൂന്നിൽ ആരുടെ ഖബറിന്റെ മുകളിലാണ് ആദ്യമായിട്ട് വെള്ളം കുടഞ്ഞത്? വേറെന്തെങ്കിലും ക്ലൂ എന്ന് വെച്ചാല് ആൺമക്കളാണ്. ഓക്കെ, അപ്പൊ അതിലൊരാളെ മാറ്റി, സൈനബിന് മാറ്റിയിട്ടുണ്ട്. ഖാസിമും ഇബ്രാഹിം, ഇവരിൽ ആരാണ്? ഓപ്ഷൻ ഒന്ന് പറയാമോ? ഓപ്ഷൻ ആണ് പറയുന്നത്. ഇബ്രാഹിം ആണോ ഖാസിം ആണോ? ഖാസിം, ഇബ്രാഹിം. ഓപ്ഷൻസ് 3 ഉണ്ട്. ഇബ്രാഹിം ഉണ്ട്, ഖാസിം ഉണ്ട്, സൈനബ് ഉണ്ട്. അതിൽ ഞാൻ ക്ലൂവും കൂടെ തന്നിട്ടുണ്ടായിരുന്നു, ആൺമക്കളുടെ ഖബറിന്മേലാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആൺമക്കളിൽ ആരെങ്കിലും ഒരാളെയും സെലക്ട് ചെയ്താൽ മതി. ഇബ്രാഹിം കറക്റ്റ് ആൻസർ. കൺഗ്രാചുലേഷൻസ്. കറക്കി കുത്തിയാ തോന്നുന്നു അല്ലേ? ആയിക്കോട്ടെ, നന്നായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. രണ്ടിനും കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയുള്ളത് മൂന്നാമതൊരു ചോദ്യമാണ്. ഈ മൂന്നാമത്തെ ചോദ്യത്തിന് ആൻസർ പറയുകയാണെങ്കിൽ ബെൻസി പോളി ക്ലിനിക് ചന്തപ്പടി നൽകുന്ന ഒരു അടിപൊളി സമ്മാനമുണ്ട്. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്തവരിൽ കന്യക ആരായിരുന്നു? ഒരാൾ മാത്രമേ കന്യകയായിട്ടുണ്ടായിരുന്നുള്ളൂ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. കറക്റ്റ് ആൻസർ. കൺഗ്രാചുലേഷൻസ്. മാഷാഅല്ലാ, സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്, സമ്മാനം ലഭിച്ചിട്ടുണ്ട്. പരാതികളും പരിപാടികളും എല്ലാം തീർന്നിട്ടുണ്ടാവും അല്ലെ? ആദ്യമായി വിളിച്ചു, ആദ്യമായി സമ്മാനം കിട്ടുകയും ചെയ്തു. ഓക്കെ, സന്തോഷമായല്ലോ അല്ലെ? ഇൻഷാ അല്ലാ വീണ്ടും വിളിക്കണം. ഓക്കെ, അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളി ക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫസീല. ഫസീല എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ പൊന്നാനി തെക്കേപ്പുറം. പൊന്നാനി തെക്കേപ്പുറം. നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നോ? വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ആൻസർ പറഞ്ഞതിന് ശേഷം കട്ടായതാണ് അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. ഇൻഷാ അല്ലാ നമുക്ക് തുടരാം. ആയിക്കോട്ടെ. ഓക്കെ, എന്തായാലും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആയിക്കോട്ടെ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മണവാട്ടിയാകുമ്പോൾ ഖദീജ റളിയല്ലാഹുവിന്റെ പ്രായം എത്രയായിരുന്നു? 25 വയസ്സ്. അല്ല, സോറി, 40 വയസ്സ്. കറക്റ്റ് ആൻസർ. കൺഗ്രാചുലേഷൻസ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. രണ്ടാമത്തെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച വർഷത്തിന് ചരിത്രകാരന്മാർ നൽകിയിരുന്ന പ്രത്യേക പേരുണ്ടായിരുന്നു. ഓപ്ഷൻസ്: ദുഃഖവർഷം, പ്രകാശവർഷം, ആനക്കലഹ വർഷം. പ്രകാശവർഷം ഓർമ്മിച്ചു? ഓക്കെ, പ്രകാശവർഷം തെറ്റായ ആൻസർ ആയിരുന്നു. ആനക്കലഹ വർഷമായിരുന്നു കറക്റ്റായ ആൻസർ. ആമുൽ ഫീൽ. അയ്വാ, അതന്നെയാണ് കറക്റ്റ്. അറിയായിരുന്നു, പക്ഷെ ഞാനേ പ്രകാശല്ല റസൂല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അല്ല, അതുകൊണ്ടാണ് ആ ഒരു ഓപ്ഷൻ തന്നതും. ഇനി വിളിക്കാൻ പറ്റുമോ? ഇല്ല, ഇനിയിപ്പോ ഇൻഷാല്ലാ നാളെ വിളിച്ചാ മതി കേട്ടോ. ഓക്കെ, സമ്മാനം കൊണ്ട് അടങ്ങുന്നുള്ള വാർഷികമാണല്ലേ? ഇൻഷാ അല്ലാ. ഓക്കെ, അസ്സലാമു അലൈക്കും. ബെൻസി പോളി ക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിവിഷനിൽ അടുത്തതായി ഒരു ഇടവേളയാണ്. ഇൻഷാ അല്ലാ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാണാം. Shine brighter, I feel the breeze grow cooler as the waves splash at my feet and the sand drift from beneath.
stars shimmer. I feel my heart starts flutter as the days pass by. I feel my life lighter. Benko Pure Coconut Oil. Purity in each drop. Hold my hand and take me places which I have never known. Take me high, away and far. Let me dream of the wonders I am to see. Hold my hand and take me places which I have never known. Take me high, away and far. Let me dream of the wonders I am to see. Akbar Holidays. Together we travel. You and Akbar. +2 ഡിഗ്രി പഠനം കഴിഞ്ഞവർക്ക് ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, ലോജിസ്റ്റിക്, കാർഗോ, ട്രാവൽ ഏജൻസി തുടങ്ങിയ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അയാട്ട കോഴ്സുകൾക്ക് അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, വേൾഡ് ടോപ്പ് 10 അയാട്ട ഓതറൈസ്ഡ് ട്രെയിനിംഗ് സെന്റർ. കോഴ്സസ് ഓഫേർഡ്: degree, diploma, airline and airport management, international travel and tourism, logistic and cargo, computer reservation system. അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്. ഇനി നിങ്ങളുടെ പഠനം അയാട്ട ഓതറൈസ്ഡ് ട്രെയിനിംഗ് സെന്ററിൽ തന്നെയാവട്ടെ. ഫോർ മോർ ഡീറ്റെയിൽസ് 9388 333 666. An institution of Akbar Group. All the parents are coming. Please come na, Mama. It's far away, beta. There are no flights available. Hey, you're coming this week, no? Oof, these railways, yeah. No reservations. It's crazy. He's not coming. What? Beta, I'll be there. No, ma, no. Please don't go there. There are no good hotels at all. Maddie, it's Neetu's wedding. I don't know what to give her, yeah. How about a Singapore cruise? Wow, what a great idea. But how? Never say no to travel. Log on to akbartravels.com. Baby, I'm coming. Coming. She's coming. Venki, I'm coming. The reservation's okay. Ma, hotel's okay. We got a great package. They'll be there with you. Yay! I got it. Neetu's wedding gift. Wow, Star Cruise to Singapore. Since 40 years, we are there with you. Wherever you go, whenever you want. akbartravels.com. Your reliable travel partner. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റംലാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഷഹബാസ്. ഷഹബാസ്. ഷഹബാസ് എവിടെ വിളിക്കുന്നു? പൊന്നാനി. പൊന്നാനിൽ എവിടെയാണ്? തെക്കേപ്പുറം. തെക്കേപ്പുറം അല്ലെ. ഷഹബാസ് നല്ല അടിപൊളി പേരാട്ടോ, ഷഹബാസ്. ഓക്കെ മോനെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 2C-ലോ? ഏത് സ്കൂളിലാ? തെയ്യങ്ങാട് സ്കൂളിലാണ് പഠിക്കുന്നത് അല്ലേ? ഓക്കെ. മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ മോനെ? മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ആദ്യമായിട്ടാ വിളിക്കുന്നത് അല്ലേ? ഓക്കെ. ആരാള്ള കൂടെ സഹായിക്കാന്? മാമിണ്ടോ? ഓക്കെ. അപ്പൊ എന്തായാലും ചോദ്യം ചോദിക്കട്ടെ? 3 ചോദ്യം ഉണ്ടാവുക. ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടാകും, മൂന്നാമത്തിന് ഓപ്ഷൻസ് ഉണ്ടാവില്ല. പക്ഷെ 3 ചോദ്യങ്ങൾക്കും കറക്റ്റായ ഉത്തരം പറഞ്ഞാലാണ് സമ്മാനം ലഭിക്കുക. ഓക്കെ മോനോ, ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ. വിശുദ്ധ ഖുർആനിൽ പേര് പറയപ്പെട്ട സ്വഹാബി, ഒരു സ്വഹാബിയുടെ പേര് മാത്രമേ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. ആ സ്വഹാബി ആര് എന്നുള്ളതാണ് ചോദ്യം.
ഓപ്ഷൻസ് സെയ്ദ് ബിൻ ഹാരിസ്, സെയ്ദ് ബിൻ സാബിത്ത്, സഅദ് ബിൻ അബി വഖാസ്. ഓപ്ഷൻസ് ഒന്നുകൂടി പറയാം. സെയ്ദ് ബിൻ ഹാരിസ്, സെയ്ദ് ബിൻ സാബിത്ത്, സഅദ് ബിൻ അബി വഖാസ്. ഒന്നോ? സെയ്ദ് ബിൻ ഹാരിസ് ആണോ? ആ, സെയ്ദ് ബിൻ ഹാരിസ് കറക്റ്റ് ആൻസർ ആയിരുന്നു മോനെ. കൺഗ്രാറ്റുലേഷൻസ്, അടിപൊളിയാണോ? എന്തായാലും ഉത്തരം വന്നിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ചോദിക്കാൻ പോവാണ്. എളുപ്പമുള്ളത് വേണോ? ആ, ആയിക്കോട്ടെ, എളുപ്പമുള്ളത് തരാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് ഗോത്രത്തിലായിരുന്നു ജനിച്ചത്? ഖുറൈശ് ഗോത്രം. കറക്റ്റ് ആൻസർ, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, രണ്ട് ചോദ്യങ്ങൾക്കും വളരെ ഭംഗിയായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യത്തിന് ആൻസർ പറയുകയാണെങ്കിൽ ബെൻസി പോളി ക്ലിനിക് ചന്തപ്പടി നൽകുന്ന ഒരു അടിപൊളി സമ്മാനം ഉണ്ട് കേട്ടോ. ഓക്കെ, സമ്മാനം വാങ്ങുമല്ലോ? ആ, വാങ്ങണം കേട്ടോ എന്തായാലും. ഓക്കെ, വിശുദ്ധ ഖുർആനെ മുസ്ഹഫ് എന്ന് ആദ്യമായി പേര് വിളിച്ചത് ആരായിരുന്നു? വിശുദ്ധ ഖുർആനെ മുസ്ഹഫ് എന്ന് ആദ്യമായി പേര് വിളിച്ചത് ആരായിരുന്നു? ക്ലൂ വേണോ? ക്ലൂ ഖുലഫാ റാഷിദീങ്ങളിൽ പെട്ട ഒരാളായിരുന്നു. ഖുലഫാ റാഷിദീൻ ആരൊക്കെയെന്നറിയോ? ഉസ്മാൻ. ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഫുൾ പേര് പറ. എന്ത് സിദ്ദീഖ്? ഫുൾ പേര് പറ. അതെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഓക്കെ, പക്ഷെ അതിന്റെ ഫുൾ പേര് പറ, കറക്റ്റ് പേര് പറ. മാഷാ അല്ലാഹ്, അബൂബക്കർ. യെസ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കറക്റ്റ് ആൻസർ, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ മോനെ, മൂന്നിനും കറക്റ്റായ ആൻസർ പറഞ്ഞിട്ടുണ്ട്. സമ്മാനാർഹനാണ് കേട്ടോ. ഓക്കെ ഷഹബാസ്, സന്തോഷമല്ലേ? ആദ്യമായിട്ടല്ലേ മോൻ വിളിച്ചേ? ആദ്യമായിട്ട് വിളിച്ചു, സമ്മാനവും കൊണ്ടുപോയി അല്ലേ? ഓക്കെ, അടിപൊളി. എന്നാലും ഉഷാറായിട്ടുണ്ട് മോനെ. വീണ്ടും വിളിക്കണം കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളി ക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? സുഹറ. സുഹറ എവിടെ വിളിക്കുന്നു? പൊന്നാനി. എവിടെയാണ് സുഹറ? ബോയ്സിന്റെ അടുത്താണല്ലേ? ഓക്കെ, സുഹറ എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യാണോ? ഹൗസ് വൈഫ് ആണോ? ഹൗസ് വൈഫ് ആണല്ലേ. എന്ത് ചെയ്യുന്നു മക്കളൊക്കെ? മക്കളൊക്കെ പഠിക്കണം. ഏത് ക്ലാസ്സിലാ? 1ാം ക്ലാസ്സില്. എവിടെയാണ്? തെയ്യങ്ങാട് ആണല്ലേ. പരീക്ഷ എങ്ങനെയുണ്ട് മോന്റെ? കുഴപ്പമില്ല. 1ാം ക്ലാസ് ആണല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ല, പേടിക്കാറൊന്നുമില്ല അല്ലേ? അങ്ങനെ പൊക്കോളൂ. മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നോ? കൊറേ വിളിച്ചിട്ടുണ്ട്, പക്ഷെ കിട്ടുന്നില്ല അല്ലേ? ഓക്കെ, നോമ്പ് തുറയുടെ തിരക്കിലാണല്ലോ. ആ തിരക്കിനിടയിലാണ് വിളിക്കുന്നത് അല്ലേ? തിരക്കിലാണ്, വെറുതെ ഒന്ന് വിളിച്ചു നോക്കിയത്. അതെ, കിട്ടുന്നില്ല എന്ന് കരുതിയിട്ട് നമ്മൾ വിളി നിർത്താൻ പാടില്ല. കാരണം ഒരുപാട് കോള് വരുന്നുണ്ടേ, ലൈൻ നല്ല ബിസി ആയിരിക്കും, അതുകൊണ്ടാണ്. 3 മണിക്ക് തുടങ്ങിയാണ് ഞങ്ങള്. അപ്പൊ 4 മണി വരെ ട്രൈ ചെയ്ത് കിട്ടിയില്ല. അപ്പൊ ഇനി നിർത്തി വെച്ച് പിന്നെ വെറുതെ ഒന്ന് അടിച്ചപ്പോ കിട്ടിയത്. അതന്നെയാണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണല്ലോ പലതും സംഭവിക്കുക. കാരണം നമ്മൾ ഈ പ്രോഗ്രാം എന്ന് ഡെയിലി കാണാറുണ്ട്. വൈകിട്ട് രാത്രി കാണാറുണ്ട് അല്ലേ?
ആ രാത്രി അല്ല പകല്, രാത്രി പറ്റില്ല. 3 മണിക്ക് കാണാറുണ്ടാവും. എല്ലാ രാവിലെ 11, 10:45, 11 മണിന്റെ ടൈം ഉണ്ടല്ലോ. അപ്പഴല്ലേ നമുക്ക് ഒഴിവുള്ള സമയം. അതെ അതെ തീർച്ചയായിട്ടും. എന്തായാലും അറിവ് കിട്ടുന്ന കാര്യമാണല്ലോ അല്ലേ? അതെ, അപ്പൊ കാണാറുണ്ട്. അപ്പൊ എപ്പോഴും ചിന്തിക്കും ഇതിലൊരാള് നമ്മളായിരുന്നെങ്കിൽ. അതെ അതെ. എന്തായാലും ഇപ്രാവശ്യം നിങ്ങൾ തന്നെ ആവട്ടെ. ഓക്കെ, സമ്മാനം കിട്ടും ട്ടാ ഇൻഷാ അല്ലാഹ്. കാര്യമായിട്ട് ആലോചിച്ചിട്ട് ഉത്തരം പറയാം. ഓക്കെ, എന്തായാലും 3 ചോദ്യങ്ങളാണ് ചോദിക്കുക. ഓക്കെ, അതിലെ ആദ്യത്തെ 2 ചോദ്യങ്ങൾക്കും ഓപ്ഷൻസ് ഉണ്ടാകും. 3-ാമത്തിന് ഓപ്ഷൻസ് ഉണ്ടാവില്ല. പക്ഷെ 3 എണ്ണത്തിനും കറക്റ്റായ ആൻസർ പറഞ്ഞാൽ സമ്മാനം ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ 1-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, 1-ാമത്തെ ചോദ്യം, നോമ്പുകാരന്റെ വായയുടെ ഗന്ധം അള്ളാഹു എന്തിനോട് ഉപമിച്ചു? കസ്തൂരി. കറക്റ്റ് ആൻസർ, കൺഗ്രാചുലേഷൻസ്. ഓപ്ഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ പറഞ്ഞു അല്ലേ? നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു ഹദീസാണത് അല്ലേ? കസ്തൂരിയേക്കാൾ സുഗന്ധമാണ് നോമ്പുകാരന്റെ വായുടെ ഗന്ധം എന്ന് കേൾക്കാറുണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. എന്തായാലും 2-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, 2-ാമത്തെ ചോദ്യം, വിശുദ്ധ ഖുർആന്റെ 1/3 എന്നറിയപ്പെടുന്ന സൂറത്ത്? സൂറത്തുൽ ഇഖ്ലാസ്. കറക്റ്റ് ആൻസർ, കൺഗ്രാചുലേഷൻസ്. ആദ്യത്തെ 2 ചോദ്യത്തിനും അടിപൊളിയായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സുഹറ, നമുക്ക് നോക്കാം. ഇനി 3-ാമതൊരു ചോദ്യം കൂടെ ഉള്ളൂ. 3-ാമത്തെ ചോദ്യത്തിന് ആൻസർ പറയുകയാണെങ്കിൽ ബെൻസി പോളി ക്ലിനിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം സുഹറയെ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ് 3-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ഖുർആന്റെ സൂക്ഷിപ്പുകാരി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഖുർആന്റെ സൂക്ഷിപ്പുകാരി, ഖുർആൻ സൂക്ഷിച്ചിരുന്നത് ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ക്ലൂ പ്രവാചക ഭാര്യമാരിൽ ഒരാളായിരുന്നു. പ്രവാചകന്റെ ഭാര്യമാരിൽ ഒരാളായിരുന്നു. കാരണം ഖുർആനൊക്കെ എഴുതി തുടക്കത്തിലൊക്കെ അവരെ കയ്യിലായിരുന്നു ഖുർആൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നത്. അവരായിരുന്നു ആരാണ്? ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ. ആകെ കൺഫ്യൂഷൻ ആണല്ലേ? ബേജാറാവണ്ട, സമയമുണ്ട്, മെല്ലെ പറഞ്ഞാൽ മതി. ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ. ഇതിപ്പോ എല്ലാ ഭാര്യമാരുടെ പേരും പറയാലോ. ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പിക്കാം. അസ്മ ഉറപ്പിച്ചോ? ഹലോ ഹലോ, ഉറപ്പിക്കണില്ലേ? ഒന്ന് വേഗം പറയാട്ടാ, സമയം പരിമിതമാണ്. ഹലോ, ആരാണ്? ഉറപ്പിച്ചോ? മാഷാ അല്ലാഹ്, ഹഫ്സ റളിയല്ലാഹു അൻഹ. കറക്റ്റ് ആൻസർ, കൺഗ്രാചുലേഷൻസ്. ഒരുപാട് ആലോചിച്ചില്ലേ? ഒരുപാട് മാറി 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 പറഞ്ഞു. അവസാനം അതില്ല, ഒരു ഡൗട്ട് പെട്ടെന്ന് നബിന്റെ ഭാര്യമാരെ എല്ലാരും ഓർത്തു പോയി. എല്ലാവരെയും ഒരുമിച്ച് ഓർത്തു പോലെ. എന്തായാലും അൽഹംദുലില്ലാഹ് ആൻസർ കിട്ടിയല്ലോ. എന്തായാലും അടിപൊളിയായിട്ട് പങ്കെടുത്തു സുഹറ. സമ്മാനാർഹയാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് എന്തായാലും സമ്മാനം ലഭിക്കും. ഓക്കെ, വീണ്ടും വിളിക്കണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. ഇസ്ലാമിന്റെ
അധ്യാപനങ്ങൾ സർവാധിനാഥൻ സത്യവിശ്വാസികൾക്ക് നൽകിയ അനുഗ്രഹമാണ്. ഇസ്ലാം നൽകുന്ന അധ്യാപനങ്ങളും പാഠങ്ങളും മാർഗനിർദ്ദേശങ്ങളും യഥാവിധി ജീവിതത്തിൽ പകർത്തുവാനും അതുവഴി സർവാധിനാഥൻ്റെ ഇഷ്ടദാസന്മാരായി തീരുവാനും സർവാധിനാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലികിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നാളെ കാണും വരേക്കും മാസ്സലാമ.